ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൺട്രോ തുരുത്താണ്. നമ്മളൊരു ട്രിപ്പ് പോയതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് കാണിക്കാൻ. വൺ ഡേ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വള്ളത്തിൽ കയറി പോകുന്നതാട്ടോ ഇത്. അപ്പം സ്റ്റേ ചെയ്ത സ്ഥലം ഗ്രാൻഡ് പ്ലാസ ടൂറിസ്റ്റ് ഹോം മൺട്രോ തുരുത്ത്. ഒരു അടിപൊളി സ്ഥലമായിരുന്നു. നമുക്കൊരു വീട് പോലെയൊക്കെ തോന്നും ഫസ്റ്റ് തന്നെ കയറി ചെല്ലുന്നതാണിത്. ഫസ്റ്റ് തന്നെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് വെള്ളം കെട്ടി ഇങ്ങനെ മീനിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ കരിമീനൊക്കെ വളർത്തിയിട്ട് നെറ്റിട്ട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ റൂമൊക്കെ ഒന്ന് സെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും ഓരോ റൂമുമായിട്ട് ഓടി. നമ്മൾ 4 ഫാമിലി ആയിട്ടോ പോയത്. 4 ഫാമിലിക്ക് 4 റൂം എന്ന് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ റൂം റെൻ്റ് ഏകദേശം ഒരു 1800 രൂപയൊക്കെയാണ് വരുന്നത്. റൂം റെൻറ്റ് 4 പേര് 4 റൂം എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു ദിവസത്തെ ഒരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതേത് കണ്ടില്ല, അത് അടുത്ത 2 റൂം അപ്പുറത്തെ സൈഡാണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെള്ളം പോലെ അങ്ങനെ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ മീനിനെ വളർത്തുന്നുണ്ട്. മീനെ പിടിക്കാനൊന്നും ആയിട്ടില്ല, കുറേ മീനുണ്ട് അതിൽ കേട്ടോ. അപ്പം 1800 രൂപ, പിന്നെ പ്ലസ് 500 രൂപ കിച്ചൺ റെൻറ്റ്. സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണം, റെൻറ്റ് മാത്രമാണ് 500 രൂപ. അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് അവരുണ്ടാക്കി തരും. ഏതാണെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ചുള്ള ഫുഡ് അവർ അവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, റൂമിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലാണ് എന്താ പറയുക, ഈ കൈത്തോടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വെള്ളം പോകുന്നതൊക്കെ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വന്ന വെള്ളം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ ചെന്നത് ഒരു വൈകിട്ട് 4 മണി 4:30 ആ സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത്. 2 മണിക്ക് ആകുമ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഉണ്ട് യാത്ര. ഇവിടുന്ന് കൊല്ലത്തെത്താൻ. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ഇപ്പോൾ ഒരു 70 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഇവിടുന്ന് അവിടേക്ക് ട്രാവൽ. അപ്പോൾ അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ എടുത്തു നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ അവിടെ തന്നെ ഒരു വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് നല്ല ഇഷ്ടമായി. 2 പേര് ഇരുന്നാലും ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. 2 പേര് ഇരുത്തിയിട്ട് 2 സൈഡിലും കയറ് പിടിച്ചിട്ടിരിക്കുക. പിന്നെ മക്കൾ ഓരോന്നായിട്ട് അങ്ങനെ കയറി ആടാൻ തുടങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ അവിടെ എത്തിയ സമയത്ത്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ചായേൻ്റെ ഒക്കെ ഒരു സമയമുള്ളപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. ചോറും കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ, വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വേണം കഴിക്കാമെന്ന് പറഞ്ഞപ്പം ആണുങ്ങളൊക്കെ മെല്ലെ പോയി സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിക്കാൻ. ഞങ്ങളിങ്ങനെ സൈഡിൽ വെള്ളത്തിലൊക്കെ ഒന്ന് കയറി അവരെ ആഗ്രഹം മാറ്റുകയാണ് മക്കളൊക്കെ ഓരോരുത്തർ. ഇപ്പോൾ രാത്രി വൈകിട്ട് എത്തിയതുകൊണ്ട് നമുക്ക് ആ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ബോട്ടിംഗ് അല്ല, ഈ വള്ളത്തിൽ പോകുന്ന കറങ്ങാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞു രാവിലെ നേരത്തെ പോവാം, 7 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചയായിരിക്കും. അപ്പോൾ വെറുതെ അവർ വന്ന സമയത്ത് വള്ളത്തിലിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോഴാണ് അതിൽ ഒരു ഞണ്ടിനെയൊക്കെ ഞണ്ടിനെ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും അത് നോക്കാൻ തുടങ്ങി. ഞണ്ട് കടിക്കുമോ? പക്ഷെ കുഞ്ഞു ഞണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഞണ്ടായിരുന്നു. മക്കൾക്കൊന്നും വലിയ പേടിയൊന്നുമില്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ. ഇപ്പോൾ ഇവിടുന്ന് വളരെ എളുപ്പമാണ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി വൈകിട്ടത്തെ വ്യൂ ഒക്കെ, ഈ അസ്തമയമൊക്കെ കാണാം വെള്ളത്തിൽ പോയിട്ട്. അതൊക്കെ ചെയ്യാം. നേരത്തെ എത്തി. ഞങ്ങൾ എല്ലാവരും ലേറ്റായി എത്തിയപ്പം. 4 ഫാമിലി ആയതുകൊണ്ട് ഒരു ഫാമിലി കുറച്ച് ദൂരെയായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് ലേറ്റായി, ഉച്ച കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരെ ഇങ്ങനെ എല്ലാവരും ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ദൂരെ പോകണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആണുങ്ങളൊക്കെ പോയപ്പോൾ ഞാനും മക്കളും പിന്നെ 3 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും കൂടെ ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു. തനി നാട്ടിൻപുറം എന്നൊക്കെ ഒന്ന് പറയാം. എന്താ പറയുക, ഒരു നാട്ടിൻപുറം തന്നെ, തനി, അങ്ങനെ വലിയ ബഹളമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു നാടൻ സ്ഥലം. മൺട്രോ തുരുത്ത് ഒരു തുരുത്താണ്. ഒരു 10,000-ഓളം ഫാമിലി ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു തുരുത്തിൽ. അതുകൊണ്ട് അവർക്ക് ഈ മെയിനായിട്ട് ഈ ഒരു വള്ളം, പിന്നെ അതേപോലെ തന്നെ മീൻ, അങ്ങനത്തെ വരുമാന മാർഗ്ഗങ്ങളോ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ വിളിച്ചു കേട്ടോ. മക്കൾ അവിടുന്ന് ഓരോ പൂവ് അതും ഇതൊക്കെ ആയിട്ട് പറിച്ചുകൊണ്ട് വരികയാണ്. ആൺകുട്ടികളും ബാക്കി പെൺകുട്ടികളൊക്കെ അവിടെ തന്നെ വീട്ടിൽ ആ റൂമിൽ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. TV ഉണ്ടായതുകൊണ്ട് ആ TVയും കണ്ടിരുന്ന് അങ്ങനെ കുറേ സമയം അതിൽ പോകും. അപ്പോൾ ഇവരെ അവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഇവരെ വെള്ളത്തിലൊക്കെ അങ്ങനെ ചാടിയാലും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടെ മെല്ലെ കൂട്ടിയതാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഓംലെറ്റൊക്കെ റെഡിയാക്കി വെച്ചാൽ. ഇന്ന് പാചകം മൊത്തം ആണുങ്ങൾ വകയാട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഫുൾ റെസ്റ്റാണ്. ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വയ്യ ഫുഡൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മൊത്തം അവർ ഏറ്റെടുത്തു. പിന്നെ ചെറിയ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കപ്പയൊക്കെ ഒന്ന് തൊലി പൊളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോശമല്ല എല്ലാം അവരെ കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കുഞ്ഞ് ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ
ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് അവർ ചെയ്യാം കേട്ടോ. എന്താ അവർ അവിടെ പരിപാടിയിൽ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയി നോക്കാം. അപ്പോൾ തകൃതിയായിട്ട് ചിക്കൻ പെരട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കപ്പയും ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ചിക്കൻ്റെ പരിപാടിയിലേക്കാണ് നടക്കുന്നത്. ഇതൊരു ഡൈനിങ് പോലെയുള്ള ഒരു ഏരിയ കേട്ടോ. ഫുഡൊക്കെ അവിടെ നിന്നാണ് കഴിക്കുക. റൂമൊക്കെ 2 റൂം അവിടെ, ബാക്കി റൂം ഇപ്പുറത്തെ സൈഡിലാണ്. ഒരു 3 റൂം ഈ സൈഡിലുണ്ട്. അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ കപ്പയും പിന്നെ ചപ്പാത്തി എക്സ്ട്രാ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പ തികഞ്ഞില്ലെങ്കിലൊന്ന് വിചാരിച്ചു ചപ്പാത്തി വേണ്ടവർക്ക്. അപ്പോൾ കപ്പ റെഡിയായി, പിന്നെ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി റെഡിയായി. അതിൻ്റെ കൂടെ നല്ല ചിക്കൻ അടിപൊളി. ഇപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടെ ആകുമ്പോൾ എൻ്റെ മക്കളും നല്ലതുപോലെ കഴിച്ചോളും. അല്ലെങ്കിൽ പിന്നെ ഒരു സാധനം വേണ്ട കേട്ടോ. പാത്രങ്ങളും ഇതൊക്കെ അവർ അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. വെള്ളവും അങ്ങനത്തെ സാധനമൊക്കെ അതിനൊക്കെ എക്സ്ട്രാ നമ്മൾ ഇതൊക്കെ വാടക ജസ്റ്റ് കൊടുക്കേണ്ടതെന്നുള്ളൂ. ഇപ്പം അവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല മീനിൻ്റെ പൊള്ളിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് അവർ റെഡി ആക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റാണ്. ഞങ്ങൾ വിചാരിച്ചു നമ്മളെ ഫുഡ് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഒരു രസം, എല്ലാവരും കൂടെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ മക്കളൊക്കെ തുണിയൊക്കെ ഊരി കളഞ്ഞിട്ടോ രാത്രിയായപ്പോൾ. പിന്നെ അപ്പോൾ ചിക്കൻ പെരട്ട് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾക്കായപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മെല്ലെ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിച്ചു. അതായിരുന്നു രാത്രിത്തെ കാഴ്ചകൾ. രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പം എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്നു. അപ്പം എൻ്റെ മോൾ എന്തിനോ ഉടക്കിയിരിക്കുകയാണ്. എല്ലാവരും റെഡിയായി സെറ്റായി ഡ്രസ്സൊക്കെ പറഞ്ഞ് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി കേട്ടോ. രാവിലെ 7 മണിക്ക് 2 മണിക്കൂറാണ് ഈ ഒരു വെള്ളത്തിലുള്ള പോക്ക് പോകുന്നത്. 2 മണിക്കൂറിലേക്ക് ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 500 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഒരു വെള്ളത്തിൽ 8 പേരോളം നമുക്ക് കയറാം. പിന്നെ നമുക്ക് എല്ലാ ലൈഫ് ജാക്കറ്റും അങ്ങനെ എല്ലാ സംഭവങ്ങളും തരുന്നുണ്ട്. ഇപ്പം നാൾ ബോട്ട് അപകടമൊക്കെ നടന്നതുകൊണ്ട് ഇപ്പം നിർബന്ധമായിട്ടും ഈ ലൈഫ് ജാക്കറ്റ് എന്തായാലും ഇടണം. അപ്പം ഞാനും മക്കളെല്ലാവരും ഇട്ട്, ചെറിയ മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ ഞങ്ങൾ സെൻട്രലായിട്ട് ഇരുത്തിയിട്ടോ. അപ്പോൾ ഇവർ ഈ കാഴ്ചകൾ കാണും, ഇത് എന്തൊക്കെയാണ് സംഭവം, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇനി ഈ ചെറിയൊരു കൈത്തോടുകൾ വഴി പോയിട്ട് വേണം കായലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ വെള്ളമാണ് പോകുന്നത് കേട്ടോ. ഞാനും ഏട്ടനും പിന്നെ കുറേ പിള്ളേഴ്സും അതാണ് നമ്മളിൽ. മറ്റേതിൽ കുറച്ച് വലിയ ആൾക്കാർ മാത്രമാണ് കേട്ടോ. വലിയ ആൾക്കാർ മാത്രമാണ് അതിൽ. പിന്നെ 2 വലിയ ആൺകുട്ടികളുണ്ട്. അതിങ്ങനെ പോവുകയാണ് പതിയായിട്ട് പോകുന്നത്. ഇവിടെയൊന്നും വലിയ പ്രശ്നമില്ല. അങ്ങനെ പതിയെ പോകുമ്പോൾ ചുറ്റും നല്ല രസം. ഈ രാവിലത്തെ ഒരു സമയമായതുകൊണ്ടില്ലേ അടിപൊളിയാട്ടോ. നല്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ സൈഡിലൊക്കെ കുഞ്ഞു മീനുകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ നമ്മൾ ആ കൈത്തോട് വഴി പിന്നെ നേരെ നമ്മളെ കായലിലേക്ക് കടക്കുക കേട്ടോ. എൻട്രൻസ് കടന്നതും പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ വള്ളത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഉള്ളിലൊരു പേടി മാത്രം. അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ അഷ്ടമുടി കായലാട്ടോ. അഷ്ടമുടി കായലും പിന്നെ അതേപോലെ കല്ലടയാറും കൂടി ചേർന്ന സ്ഥലത്താണ് ഈ തുരുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ സെൽഫിയൊക്കെ എടുക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ ബാക്കിൽ ഇതേ അവരുണ്ട്. അവരും മെല്ലെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കുന്നത്. അവളെ വിളിച്ചപ്പോൾ അതേ ആരുഷിയാണ് എൻ്റെ അടുത്ത് ആരുഷിനെ വിളിച്ചപ്പോൾ വലിയതായിട്ട് ഇരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നോക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് മെല്ലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മക്കൾ അതേപോലെ അവരോട് ഞാൻ പറഞ്ഞു എണീക്കരുത് എനിക്ക് പിടിക്കാൻ വയ്യ, വെള്ളങ്ങാനം ഇളകിയാൽ വീണ് പോവും. അവർ പറഞ്ഞ് കുറച്ചൊരാഴമുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇതേ അവർ ഈ ഇതില്ലേ എന്താണ് തോണി തുഴയുന്ന സംഭവം അത് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് വരുന്ന ഒരു ബോട്ടല്ല വെള്ളം തന്നെ മോട്ടർ വെച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പാരലായിട്ടാണ് പോകുന്നത്. അപ്പം ഇതിൽ ആൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നല്ല രസമല്ലേ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇവിടെ വിളുന്ന് മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്നതല്ലാതെ പിന്നെ സൈഡിലൊക്കെ വേറെ ടീംസ് വേറെ സ്ഥലത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ വേറെ റിസോർട്ടിലും പിന്നെ അതേപോലെ വേറെ ടൂറിസ്റ്റ് ഹോമുകളൊക്കെ താമസിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അതേപോലെ വള്ളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് 2 മണിക്കൂർ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ തുഴഞ്ഞു പോകണം. കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും ഇതിൻ്റെ വീതി കൂടി വരുന്നുണ്ടായിരുന്നു, ഈ ഒരു കായലിൻ്റെ വീതി. ഇനി ഇവിടുന്ന് കടക്കുമ്പോൾ ഇതിലും കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഭയങ്കരമായിട്ട് വിശാലമായി കിടക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഭയങ്കര വീതിയായിട്ട്
അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. ഇതുവരെ അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോ എടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി. ഇത് ഒരു 2 മണിക്കൂറൊക്കെ ഒരു 500 രൂപ നമുക്ക് നല്ല ലാഭമാണ്. ഇപ്പം എത്ര പേരാണെങ്കിലും ഇപ്പം 3 പേരാണെങ്കിലും 1 മണിക്കൂറിലേക്ക് 500 രൂപ, 6 പേരാണെങ്കിലും 7 പേര് 8 പേരാണെങ്കിലും 500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു പഞ്ചായത്താണ് ഈ മൺട്രോ തുരുത്ത്. മൺട്രോ സാഹിബിൻ്റെ പേരിലാണ് ഈ ഒരു തുരുത്ത് അറിയുന്നത്. ഇപ്പം മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഷ്ടമുടി കായലൊക്കെ വരാനായി. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട്, മൺട്രോ തുരുത്തിനെ പറ്റിയിട്ടൊക്കെ. മക്കളുമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ രാവിലത്തെ സമയമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു നല്ലത്. കാരണം സൂര്യൻ ഇങ്ങനെ വലിയ വെയിലൊന്നുമില്ല. വൈകിട്ടാകുമ്പോൾ വേഗം ഇരുടാവുന്ന പോലെ തോന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിയത്. പറഞ്ഞു രാവിലെ പോവാം, എല്ലാവർക്കും രാവിലെ പോകാമെന്നാണ് പറഞ്ഞത്. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരത്തെ തന്നെ എല്ലാവരും റെഡി ആയിട്ടോ. അങ്ങനെ പിന്നെ രാവിലെ 10 മണി 11 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ചെക്കൗട്ടാണ് റൂമിൽ നിന്ന്. അങ്ങനെ രാവിലെ ഇറങ്ങി. ഇപ്പോൾ ഇനി വലിയ ഈ കായലിലേക്ക് എത്തിയിട്ടോ, വലിയ കായലിലേക്ക് എത്തി. ഇനിയാണ് നമുക്ക് ഈ ഒരു കാഴ്ചകൾ കുറച്ചും കൂടെ നമുക്ക് കാണാനുള്ളത്. ഈ ഒരു കണ്ടൽക്കാടിലൊക്കെ നല്ല രസമായിട്ടോ കാണാം. ഈ വെള്ളത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കുറച്ച് മരം പോലെയൊക്കെ നിൽക്കുമ്പോൾ അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണ്. കുറച്ച് ദൂരത്തായിട്ട് പിന്നെ വേറെ അങ്ങനെ സൈഡിൽ കുറേ ഉണ്ട് കണ്ടൽക്കാടുകൾ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതേപോലെ തന്നെ വലിയ ജെല്ലി ഫിഷിനെ കണ്ടു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ ചേട്ടനാണ് പറഞ്ഞത്, വെള്ളത്തിലുള്ള ചേട്ടനാണ് പറഞ്ഞത് ജെല്ലി ഫിഷ് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ കാണാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടോ. മക്കൾ കണ്ടു, അവർക്കും കാണിച്ചു കൊടുത്തു. അവരൊക്കെ ആദ്യമായിട്ട് ഈ TV-യിലൊക്കെ ജെല്ലി ഫിഷിനെ കണ്ടെന്നല്ലാതെ നേരിട്ടിട്ടൊന്നും ആരും കണ്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ കണ്ടില്ലേ, ചുറ്റും നോക്ക് ആരും ഇല്ലാതെ നല്ല. അപ്പം അവർ മക്കളോട് ലൈഫ് ജാക്കറ്റൊന്നും ഊരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഫൈനൊക്കെ നമുക്ക് കിട്ടും. ലൈഫ് ജാക്കറ്റ് വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനായിരിക്കും ലൈഫ് ജാക്കറ്റ് ഇടുക. അപ്പം വലിയ ആൾക്കാർ അവരൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഊരൂല, കാരണം എനിക്ക് പേടിയാണ് വെള്ളത്തിൽ. അപ്പോൾ ഈ ജെല്ലി ഫിഷിനെ തരയാട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് നോക്കാം. വീഡിയോയിൽ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എടുക്കുമായിരുന്നു ജെല്ലി ഫിഷിൻ്റെ. അപ്പോൾ രാവിലത്തെ സമയം ഞാൻ പറഞ്ഞില്ലേ അടിപൊളി കണ്ടില്ലേ, ജെല്ലി ഫിഷിൻ്റെ നോക്കുകയാണ്. പക്ഷെ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടു, വീഡിയോ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോയി പോകുന്നുണ്ടായിരുന്നു. വലിയ വെയിലൊന്നും കണ്ടില്ലേ, നല്ല വിശാലമായിട്ട് വലിയതായിട്ട് ഈ കായൽ കിടക്കുന്ന അഷ്ടമുടി കായൽ. അതെ അവിടെ ദൂരത്ത് കാണുന്നില്ലേ ആ ഒരു പോലെ, അതാണ് മെയിൻ ഈ നമ്മളെ മൺട്രോ തുരുത്തിൻ്റെ ഗേറ്റ് വേ ഓഫ് മൺട്രോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഏത് യൂട്യൂബിലല്ലേ എവിടെ നോക്കിയാലും മൺട്രോ തുരുത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ആ ഒരു പിക്കാണ്. അതിൻ്റെ നടുവ് കൂടെ നമ്മൾ ആ കണ്ടൽക്കാട് നിൽക്കുന്നത് അതേപോലെ ഒരു എൻട്രൻസ് പോലെയാണ് മൺട്രോ തുരുത്തിൻ്റെ, അതേപോലെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുവ് കൂടെ പോകുന്നത് അതാണ് മെയിൻ. അതിലെ പോകുന്നത് നല്ലൊരു രസമാണ്, അതിൻ്റെ നടുവ് കൂടെ പോകുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് പോലെ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും എല്ലാ ഫോണിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും മാപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും മെയിൻ കാണുന്ന പിക്ചർ അതാണ്. അങ്ങനെ നമ്മളിനി കുറച്ച് കണ്ടൽക്കാടിൻ്റെ നടുവിലൊക്കെ പോയി നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് പോയവരൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോരുത്തർ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ നടുവിൽ സെൻറ്ററിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരോ സ്പോട്ടാട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനും നിർത്തുന്നൊക്കെ ഇതിങ്ങനെ തന്നെയാണ്. ഈ ഒരു 2 മണിക്കൂറിൻ്റെ ഇടയിൽ ഇവർ ഇങ്ങനെ ഈ ഓരോരോ സ്ഥലത്ത് നിർത്തി അങ്ങനെയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് സെയിം റൂട്ടല്ല പോകുന്നത്, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. വന്ന വഴിയിൽ കൂടെ അല്ലാതെ വഴി അങ്ങനെ പോകുന്നതാണ് ഒരു പാത്ത് എന്ന് പറഞ്ഞത് പോകുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടോ. ഇനി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളത് കഴിഞ്ഞിട്ട് മെയിൻ ഗേറ്റ് വേ ഓഫ് മൺട്രോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോവുക. പേട്ടൻ സെൽഫി പോലെ എടുക്കുക, നമ്മൾ ഇങ്ങനെ കടക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ആദ്യം കടന്നിട്ട് പിന്നെ അവർക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ അവരെടുക്കുന്നുണ്ട്, അവർ വീഡിയോ നമ്മളെടുക്കുന്നത്. അങ്ങനെ മക്കളൊക്കെ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല, കണ്ടില്ലേ. അതിൽ ഒരാൾ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, മറ്റാൾ ബാക്കിലാണ്. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൺട്രോ തുരുത്തിൻ്റെ ഗേറ്റ് വേയിലൂടെ നമ്മൾ കടക്കാൻ പോകുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളാട്ടോ കിടക്കുന്നത്, ബാക്കിലാണ് അവർ വലിയ ആൾക്കാരുള്ളത്. ഞങ്ങൾ മക്കളെ സെറ്റാണ് ഫസ്റ്റ്, മക്കളാണ് നമ്മൾ കൂടെ ഉള്ളത്. അങ്ങനെ ഇതേ 2 കണ്ടൽക്കാടുകൾ തമ്മിൽ കൂടി
അതിൻ്റെ ചില്ലകളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഗേറ്റ് പോലത്തെ ഒരു സംഭവം ആയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒരു എൻട്രൻസ് പോലെ തന്നെ തോന്നിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലമാണ്. കണ്ടൽക്കാടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ. ഇത് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്ന എൻട്രൻസ്. അങ്ങനെ ഞങ്ങൾ കടന്നു. ഇനി അവർ കിടക്കുകയാണ്. അവർ കിടക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു വരുന്ന ഒരു ഭംഗി മനസ്സിലാവും കേട്ടോ നമുക്ക്. അങ്ങനെ അവർ അതേപോലെ അതിലൂടെ വന്ന് അപ്പോൾ അവർ പറയണം ഫോട്ടോ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുത്തോളണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് സെൻഡ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരും കടന്ന് ആ എൻട്രൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ കായലിൻ്റെ സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ നിർത്തും. എന്തായാലും അവർ നിർത്തും. വേണമെങ്കിൽ വല്ല സ്നാക്സും അങ്ങനെ ഐറ്റംസൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് രണ്ടാൾക്കാർ ചായയും കാപ്പിയൊക്കെ ആയിട്ട് കുടിച്ചു. മക്കൾക്ക് കുറച്ച് സ്നാക്സും വാങ്ങി. അങ്ങനെ അവിടുന്ന് പോരുന്ന സമയത്താണ് ഈ സൈഡിലൊക്കെ കുറച്ച് സംഭവങ്ങൾ സൈഡിലൊക്കെ ആയിട്ട് കല്ലിൻ്റെ മുകളിൽ പറ്റി കിടക്കുന്ന ഓയിസ്റ്റർ ഇല്ലേ, ആ സംഭവങ്ങൾ കണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓയിസ്റ്റർ ഇങ്ങനെ പറിച്ചിട്ട് വിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇത് സംഭവം ശരിക്കും പറ്റി പിടിച്ച് കിടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ സ്നാക്സ് ഐറ്റംസൊക്കെ ഓരോന്ന് വാങ്ങിച്ചതേ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കഴിക്കാനുള്ള. കുറച്ചൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് എല്ലാവർക്കും ഓരോരോ പാക്കറ്റായിട്ട് വിതരണം ചെയ്യാൻ എൻ്റെ മക്കൾ. കൊടുക്കുന്നുണ്ടായിരുന്നില്ല പാക്കറ്റോട് ആർക്കും. അവർ ചോദിക്കുമ്പോൾ ഓരോന്ന് കൊടുക്കുക എന്നല്ലാതെ കയ്യിൽ നിന്ന് വിട്ടു കൊടുക്കില്ല കേട്ടോ ഒരു സാധനം. അങ്ങനെ അത് കഴിക്കുന്ന ഞാൻ ചോദിക്കുകയാണ് താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് അവരെ വള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളത്. ഇനി ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കായലിൻ്റെ നടുവിലാണ്, പക്ഷേ എന്നാലും കൂടി നമുക്ക് ഇറങ്ങി നടക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടില്ലേ കുറച്ച് പേരൊക്കെ നടക്കുന്നത്. നമ്മളതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചളിയൊക്കെ ഉണ്ടെങ്കിലോ ഇനി പിന്നെ അത് മക്കളൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാലിലൊക്കെ ചളിയായി. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോരും. അപ്പോഴാണ് പങ്കായം പോലെ തുഴയുന്ന സംഭവം കിട്ടിയത് ഏട്ടന്. ഇന്ന് ഞാൻ തുഴയാന്നും പറഞ്ഞിട്ട് ഞാനാണ് ഈ തുഴയുന്നത്, വെള്ളം പോകുന്നത് ഞാൻ തുഴഞ്ഞിട്ടാന്നുള്ള രീതിയിലോട്ടോ ഏട്ടൻ തുഴയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും താഴെ ഇടല്ലോ കേട്ടോ, പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ മുറുക്കി പിടിച്ച് ഞാനും ഒന്ന് തുഴഞ്ഞു നോക്കിട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുഴയാൻ. നല്ല എന്താണ് തുഴഞ്ഞിട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രം വെച്ച് തുഴയുന്നത് എങ്ങനെയാണോ, വള്ളംകളിയിലൊക്കെ കണ്ടില്ല ഓരോരുത്തർ ആഞ്ഞ് തുഴയുന്നത്. എത്രയും ആൾക്കാർ തുഴഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഇനി നമ്മൾ കുഞ്ഞി കൈത്തോട് വഴി തിരിച്ചു പോവാൻ കായലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇനി പോവുക കേട്ടോ. കൈത്തോട് വഴി ഇടയിലൂടെയുള്ള ഈ പാലാണ്, കൈത്തോടിൻ്റെ ഇടയിലൂടെയുള്ള പാലല്ലേ, അടിപൊളിയായിട്ട് ഈ പാലത്തിൻ്റെ നടുവിൽ കൂടെയൊക്കെ പോവാൻ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അല്ലേ ജസ്റ്റ് ഒന്ന് തല കുനിച്ചിട്ട് വേണം പോകാൻ. കാരണം അത്രയും ഡിസ്റ്റൻസ്, അത്രയും ഹൈറ്റേ ഉള്ളൂ ഇതിന്, ഈ ഒരു പാലത്തിന്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പാലാട്ടോ. കായൽ കഴിഞ്ഞിട്ട് ഇനി കൈത്തോടുകൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പാലാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഓട്ടവും വണ്ടി ഓരോന്ന് പോകുന്നുണ്ട്. ഇനി എല്ലാവരും ഇരുന്ന് കണ്ടോ. ഫസ്റ്റ് അവരാണ് പോയത്, ഫാമിലി വലിയ ആൾക്കാർ. ബാക്കിലാണ് ഞങ്ങൾ മക്കളുടെ ടീം. അപ്പോൾ അവർ കണ്ടില്ലേ താന്ന് പോകുന്നത്, ഇതേപോലെ താന്ന് കിടന്നിട്ട് വേണം അതിലെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അവിടെ അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിലായിട്ട് ചെമ്മീൻ കെട്ടുകളുണ്ട്. വെള്ളം കെട്ടി വെച്ചിട്ട് അതിൽ ചെമ്മീൻ കൃഷി, കരിമീൻ്റെ അങ്ങനെ പല കൃഷികളാട്ടോ സൈഡിലൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഏരിയയാണ്, ഓരോരുത്തരുടെ സ്ഥലമാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ആ ഒരു ടൂറിസ്റ്റ് ഹോമിൻ്റെ കെയർ ടേക്കർ ഇല്ല, അയാൾക്കും ഇതേപോലെ കുറച്ച് ഈ ചെമ്മീൻ കെട്ടുകൾ, മീനിൻ്റെ കൃഷി അങ്ങനെയൊക്കെ ഇവിടെ ഈ സ്ഥലത്തുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പോലെ ഈ ലൈറ്റൊക്കെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ മീൻ പിടിച്ചുകൊണ്ട് പോകില്ലേ, മീനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെന്തിനാ ലൈറ്റൊക്കെ വെച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുക, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാലതേ വരുന്നു. ആ പാലും ഇതേപോലെ തലകുനിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ കുറച്ച് പാലങ്ങളുടെ നടുകൂടിയായിട്ട് ഈ കൈത്തോടുകൾ പോകുന്നത്. ഇതിലെല്ലാ സ്ഥലത്തും ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ വന്ന വഴിയേ അല്ല അത് പോകുന്നത്. വന്ന വഴിയിലൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ മക്കൾ കൈയൊക്കെ പിടിച്ച് തൊട്ടിട്ടാണ്, കൈയൊക്കെ ഒരഞ്ഞു പോവുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ മോളൊക്കെ. ആരുഷിക്കാവുന്ന ഇത് കണ്ടില്ല, സൈഡിൽ കണ്ടില്ല ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച വല്ല പ്ലേ ഗ്രൗണ്ട് എങ്ങാനാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞവർ അത് ഒരു വെള്ളം കെട്ടി വയ്ക്കുന്ന സ്ഥലമാണ്, അവിടെയൊക്കെ മീൻ കൃഷിയുണ്ട്, മീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനാണ് ലൈറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ കുഞ്ഞു മീനുകളൊക്കെ കാണാം കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ. പിന്നെ ഓരോ സൈഡിലുള്ള വീടുകളൊക്കെ നോക്കുമ്പോൾ ആ വീടൊക്കെ ഇതേപോലെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇല്ലേ, വെള്ളം വന്നിട്ട് നല്ല ഹൈറ്റിന് ആ ഭാഗം വരെ ഇങ്ങനെ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറേ വീടുകളിൽ ഇതേപോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നൊക്കെ വെള്ളം പൊന്തിയിട്ടേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
പിന്നെ അതേപോലെ നമ്മളെ കായലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ സൈഡിലുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ മക്കളൊക്കെ അതേപോലെ വെള്ളത്തിലിറങ്ങി നീന്തുന്നു, അങ്ങനെ പലതും കാണുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഇപ്പോൾ താറാവിനെയൊക്കെ നീന്തം പഠിക്കാൻ വിടണമെന്നൊക്കെ ചോദിച്ച പോലെയാണ്. അവർക്ക് ഈ വെള്ളത്തിൻ്റെ നടുവിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നീന്തൊക്കെ നല്ല സൂപ്പറായിട്ട് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പോന്ന് നമ്മളെ പോകുന്ന സ്ഥലത്ത് എത്താനായി കൈത്തോട് വഴി പോന്ന്. അങ്ങനെ നമ്മളെ ഈ 2 മണിക്കൂർ അവർക്ക് 2 മണിക്കൂർ കിട്ടാൻ അവർക്ക് ആ ടൈമിങ് കറക്റ്റായിട്ട് അറിയാൻ തോന്നും. അങ്ങനെ കറക്റ്റ് ടൈമിന് നമ്മളെ ഇവിടെ എത്തിച്ച് തിരിച്ച് അത് എല്ലാ ഏരിയ കവർ ചെയ്തിട്ടാട്ടോ അവരത് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് അവരെത്തി ഇറങ്ങി, ഇനി നമ്മളാണ് എത്തുന്നത്. നമ്മളും ഇതേപോലെ മെല്ലെ മെല്ലെ വഴിയിലൊക്കെ വന്ന് ആ പുല്ല് ഈ ചെടി അതും ഇതൊക്കെ പിടിക്കാൻ നോക്കണം എൻ്റെ മക്കൾ. അപ്പോഴേക്കും എല്ലാ ഇതും ഊരി വെച്ച് ലൈഫ് ജാക്കറ്റൊക്കെ ഊരി അങ്ങനെ തിരിച്ച് പോകാനുള്ള പരിപാടികൾ. അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ നമ്മെ ഊഞ്ഞാലിലൊന്ന് ആടിയിട്ട് പോകാമെന്ന് ഒരാൾ. അരീക്ഷയാണോ അവന്തികയാണോ ജസ്റ്റ് ദൂരത്തുനിന്നും കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അവർ അത് അവന്തികയാണ്. അവന്തിക അതിലേപോലെ ആടാന്ന് വിചാരിച്ച് അച്ഛനെ വിളിക്കുകയാണ് ആടാൻ വേണ്ടി. പിന്നെ നമ്മളെ കെട്ടും പാണ്ടൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മളെ ക്വാർട്ടേഴ്സിലേക്കുള്ള പോക്കാണ്. എല്ലാവരും പാക്കൊക്കെ ചെയ്ത് ആ ഒരു കെയർ ടേക്കറുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ വിട പറയാം. മൺട്രോ തുരുത്തിനോട് നമ്മൾ വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ആ ആളാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ കെയർ ടേക്കർ. അയാൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ താമസിക്കുന്നത്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ, സീ യു.